സോയ ചില്ലി ഫ്രൈ നോക്കാം. സോയാബീനിലേക്ക് ഉപ്പും തിളച്ചവെള്ളം ഒഴിച്ച് 20 മിനിറ്റ്സ് മാറ്റി ഡ്രെയിൻ ചെയ്ത് കട്ട് ചെയ്തതാണ്. 2 സ്പൂൺ കോൺഫ്ലോറും ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 സ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. പാനിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ്സ് നന്നായിട്ട് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. നമുക്ക് സോസ് റെഡിയാക്കി എടുക്കാം. 2 സ്പൂൺ സോയ സോസ്, അതിലേക്ക് 1 സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്യാം. 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, 1 സ്പൂൺ കോൺഫ്ലോർ, അതിലേക്ക് വാട്ടർ ഒഴിച്ച് നമുക്ക് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഒരു പാനിലേക്ക് നമുക്ക് ഒനിയൻ ആഡ് ചെയ്ത് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കാം. ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. 1/2 സ്പൂൺ കാശ്മീർ ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പ്രിപ്പയർ ചെയ്ത സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് സോയാബീൻ ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഹണി ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 സ്പൂൺ പെപ്പർ പൗഡർ, കുറച്ച് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. സോയാബീൻ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും.